പറഞ്ഞു തരുന്നതായിട്ട് ദേവിക്ക് ഒരുപാട് അറിവുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സർവജ്ഞയായിട്ടുള്ള ദേവി എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ പറയുന്നതായിട്ടുള്ള ചില സംശയങ്ങളും അതുകൂടി നിവർത്തിച്ചു തരണേ, ഇല്ലാതാക്കി തരണേ, സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു തരണേ എന്നാണ് മഹാവിഷ്ണു പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വ്യാസൻ പറയുകയാണ്, വിഷ്ണോഹോ തത്വവചനം ശ്രുത്വാ മഹാലക്ഷ്മീ സനാതന ഉവാച പരയാ പ്രീത്യാവചനം ചാരുഹാസന. വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടെ മഹാലക്ഷ്മി പുഞ്ചിരിച്ചുകൊണ്ട് അല്ലേ സുസ്മേരവദനയായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ശൃണു ശൗരേ വജോ മേദ്യ സഗുണാഹം ചതുർഭുജാ മാം ജാനാസി ന ജാനാസി നിർഗുണാം സഗുണാലയാം. വിഷ്ണു അങ്ങയുടെ ചോദ്യങ്ങളൊക്കെ വളരെ കേമായിട്ടുണ്ട്. അങ്ങ് ശ്രദ്ധയോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ജഗദംബികയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് എന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ഗുണത്തോടു കൂടിയവളാണ്, സഗുണയാണ്, അതുപോലെ 4 തൃക്കരങ്ങളോട് കൂടിയവളാണ്. അങ്ങക്കിതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ സഗുണത്തിന് മുഴുവൻ ആശ്രയമായിട്ടുള്ള നിർഗുണയെ അങ്ങേക്ക് വാസ്തവത്തിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നിർഗുണയെ അറിയുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ആ നിർഗുണയായിട്ടുള്ള ദേവിയുടെ സഗുണമായിട്ടുള്ള രൂപത്തിലാണ് ഞാൻ ഇപ്പോൾ അങ്ങേക്ക് ദർശന സൗഭാഗ്യം നൽകിയിരിക്കുന്നത്. ത്വം ജാനീഹി മഹാഭാഗ തയാ തത് പ്രകടീകൃതം പുണ്യം ഭാഗവതം വിദ്ധി വേദസാരം ശുഭാവഹം. മഹാഭാഗനായിട്ടുള്ള അലിലക്കണ്ണ ആ നിർഗുണാത്മികയായിട്ടുള്ള പരാശക്തിയാണ് എന്താ അങ്ങേറ്റം പുണ്യപ്രദവും അതുപോലെ വേദസാരവും ശുഭത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഭാഗവത തത്വം പ്രകടമാക്കിയത് എന്നറിയണം. ഭാഗവത തത്വമാണ് ഇവിടെ പ്രകടമാക്കിയത് അല്ലേ? ഭാഗവതം എന്ന് വെച്ചാൽ ഭഗവത് സംബന്ധിയാണ്. ഭഗവത് സംബന്ധിയായതൊക്കെ എന്താ ഭക്തസംബന്ധിയുമാണ്. ഭഗവാനെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ ഭഗവതിയെ സംബന്ധിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഭഗവാനെയും ഭഗവതിയെയും സംബന്ധിക്കുന്നതാണെങ്കിൽ അത് ഭക്തന്മാരെയും സംബന്ധിക്കുന്നതാണ്. ഭക്തന്മാരെ സംബന്ധിക്കുന്നതാണെങ്കിൽ അതേത് നമ്മളൊക്കെ സംബന്ധിക്കുന്നതാണ്. കാരണം നമ്മളൊക്കെ ആരാ ഭക്തന്മാരാണോ? ആണോ? ഭക്തജനങ്ങളെ നല്ല അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ നിങ്ങളൊക്കെ ഇന്നലെ നോക്കിയല്ലോ അല്ലേ? എല്ലാവരും ഭക്തന്മാർ. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിക്കുന്നതാണ്. വാസ്തവമായിട്ടുള്ള തത്വമാണത് ആ ജഗദംബികയുടെ ഭുവനേശ്വരിയുടെ അല്ലേ? അത് നമ്മളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. സർവം ഖല്ലുതമേവാഹം നാന്യതസ്തി സനാതനം. ഈ ലോകത്തിൽ ഞാനല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ തന്നെയാണ്. എൻ്റെ ആ പ്രകടീകൃതമായിട്ടുള്ള രൂപഭാവങ്ങളെയാണ് നിങ്ങൾ അറിയുന്നത് എന്നുള്ള ആ തത്വം, അതാണ് പരമമായ ആ ഭാഗവത സാരം എന്ന് പറയുകയാണ്. ദേ ത്വം ജാനേഹി മഹാഭാഗാതയാ തത് പ്രകടീകൃതം പുണ്യം ഭാഗവതം വിദ്ധി വേദസാരം ശുഭാവഹം. കൃപാം ച മഹതീം മന്യേ ദേവ്യാഃ ശത്രുനിഷോദനേ യയാ പ്രോക്തം പരം ഗുഹ്യം ഹിതായ തവ സൗവ്രത. ശത്രുസംഹാരത്തിന് അങ്ങേറ്റം കഴിവുള്ള ആ ഭഗവാനാണ് അങ്ങ് അല്ലേ? ദേവിയുടെ അങ്ങേയറ്റത്തെ ആ കൃപയ്ക്ക് സീമ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് നിസ്സീമമാണ്. എത്രത്തോളം ആ കരുണാകടാക്ഷം ചൊരിയുമെന്ന് നമുക്കൊന്നും നിശ്ചയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. അത്രയ്ക്കധികം കൃപാകടാക്ഷം ചൊരിയുന്നവളാണ് ആര്? ആ ദേവി എന്നാണ്. കൃപാംജ മഹതീം മന്യേ ദേവ്യാഃ ശത്രുനിഷോധന അല്ലേ? ശത്രുനിഷോധന, ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുന്നതായിട്ടുള്ള മഹാവിഷ്ണുവിനോട് പറയുകയാണ് അവിടെ. അതുകൊണ്ട് അങ്ങേയറ്റം രഹസ്യമായിട്ടുള്ള അത് അങ്ങയുടെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ ദേവി ഉപദേശിച്ചത്. അത് വാസ്തവത്തിൽ ദേവിയുടെ കാരുണ്യ കടാക്ഷമാണ്. തൻ്റെ ആ പരമമായ ആ തത്വത്തെ ദേവി അങ്ങേക്ക് ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ താല്പര്യം കൊണ്ട് മാത്രമാണെന്നാണ്. അത്രയ്ക്കധികം താല്പര്യം ദേവിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങയെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് ആ ദേവി അത് വ്യക്തമാക്കിയത്. തൻ്റെ തത്വം ജക്ഷണീയം സദാചിത്തേ വിസ്മാര്യം കഥാജന സാരം ഹി സർവശാസ്ത്രാണാം മഹാവിദ്യാ പ്രകാശിതം. ആ തത്വം എന്ത് വേണം അങ്ങേ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കണം എന്നുള്ളതാണ് അല്ലേ? ആ മനോഹരമായിട്ടുള്ള വാക്ക്, അക്ഷര വ്യക്തതയോടുകൂടിയതായിട്ടുള്ള ആ ദേവിയുടെ ആ വാക്ക് മനസ്സിലേക്ക് ആവാഹിച്ച് അല്ലേ അതവിടെ ഇങ്ങനെ എപ്പോഴും
തെളിഞ്ഞ് നിൽക്കണം എന്നുള്ളതാണ്. ഒരു കാലത്തും അത് വിസ്മരിക്കുവാൻ വേണ്ടി പാടില്ല. മഹാവിദ്യാസ്വരൂപിണിയായിട്ടുള്ള ദേവി പ്രകാശിപ്പിച്ച ആ വാക്യം സർവശാസ്ത്രങ്ങളുടെയും സാരസർവസ്വമാണെന്നാണ്. ഒരുപാട് ശാസ്ത്രങ്ങൾ ലോകത്തിലുണ്ട്. ആ ലോകത്തിലുള്ള ശാസ്ത്രങ്ങളൊക്കെ വിധിപ്രകാരം അഭ്യസിക്കുവാനൊന്നും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അതിനെന്ത് വേണം? അതിന് തക്കവണ്ണമുള്ള ധിഷണാവൈഭവം ആവശ്യമാണ്, അല്ലേ? അതുമാത്രമല്ല, അത്രയ്ക്കധികം ശാസ്ത്ര പരിശ്രമം ആവശ്യമാണ്. അനേക ശാസ്ത്രം ബഹുവേദി ദിവ്യം സ്വൽപ്പശ്ചകാലോ ബഹവശ്ച വിഘ്നാഹ യത് സാരഭൂതം തതുപാസിതവ്യം ഹംസോ യഥാ ക്ഷീരമിവാംബമിശ്രാത്. അങ്ങനെ പറയുക. അറിഞ്ഞിടാനുണ്ടൊരുപാട് ശാസ്ത്രം, അല്ലേ? അപ്പോൾ അതൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പരിശ്രമത്തിൽ ഏർപ്പെടുമ്പോഴും ഒരുപാട് തടസ്സങ്ങളെയാണ് നമുക്കൊക്കെ നേരിടേണ്ടി വരിക. അതുകൊണ്ട് അതിൻ്റെയൊക്കെ സാരസർവസ്വമായതിനെ നമുക്ക് അറിയുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇതാ അതിൻ്റെ സകല ശാസ്ത്രത്തിൻ്റെയും സാരമായിട്ടുള്ള ആ ദേവിയുടെ ആ വാക്കുകൾ അങ്ങയോടുള്ള കരുണ നിമിത്തം ദേവി തന്നെ അങ്ങേക്ക് പറഞ്ഞു തന്നു. അത് മനസ്സിൽ നിന്ന് ഒരു കാലത്തും പോകാൻ ഇടവരരുത്. അതങ്ങനെ എപ്പോഴും മനസ്സിൽ തെളിഞ്ഞ് പ്രകാശിപ്പിച്ച് നിർത്തണം എന്നാണ്. നാദഃപരം വേദിതവ്യം വർത്തതേ ഭുവനത്രിയേ പ്രിയോസി ഖലു ദേവ്യാഹ ത്വം തേന തേ വ്യാഹൃതം വചഃ. ഇതിനേക്കാൾ അറിയേണ്ടതായിട്ട് ഈ ലോകത്തിൽ ഒന്നില്ല എന്നാണ്. 3 ലോകത്തിലും ഇതിൽ പരം ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു ജ്ഞാനം നമുക്ക് നേടുവാനില്ല. അത്രയ്ക്ക് വിമലമായിട്ടുള്ള ജ്ഞാനമാണ് അങ്ങേക്ക് ദേവിയുടെ കൃപാകടാക്ഷത്താൽ പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ദേവി അങ്ങേക്ക് തന്നതുകൊണ്ട് തന്നെ ആണ് എന്ത്, അങ്ങ് ആ ദേവിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് എന്നാണ്. പ്രിയോസി ഖലു ദേവ്യാഹത്വം തേന തേ വ്യാഹൃതം വചഃ. അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരുന്നു ദേവി അത് അങ്ങേക്ക് പറഞ്ഞു തന്നത് എന്നാണ്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. വ്യാസൻ പറയുകയാണ്, ഇത് ശ്രുത്വാ വചോ ദേവ്യാ മഹാലക്ഷ്മ്യാഹ ചതുർഭുജ ദധാരഹൃദയേ നിത്യം മത്വാ മന്ത്രമനുത്തമം. ഇവിടെ മഹാലക്ഷ്മിയുടെ ഈ വാക്കു കേട്ടിട്ട് ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു അത് അത്യുത്തമമായിട്ടുള്ള മന്ത്രം തന്നെയാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി അത് മനസ്സിൽ ധരിച്ചു എന്നാണ്. അതിനെ നിരന്തരം ഉപാസിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ മഹാവിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് അസുരന്മാരെ ഭയപ്പെട്ട് ആ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചതായ രംഗം അവിടെ വർണ്ണിച്ചു. അതിനുശേഷം മധു എന്നും കൈഡഭനെന്നും പേരുള്ളതായിട്ടുള്ള ആ അസുരന്മാരല്ലേ ഭീകരമായ യുദ്ധത്തിൽ 5000 വർഷം നീണ്ടു നിന്നതായിട്ടുള്ള ആ യുദ്ധത്തിൽ വധിച്ചതിന് ശേഷം ഭഗവാൻ വിഷ്ണു താൻ മുമ്പ് കേട്ടതായിട്ടുള്ള ആ ശ്ലോകാർത്ഥത്തെ അല്ലേ, ആ പകുതി ശ്ലോകത്തെ ഓർത്തു ഭക്തിയോടുകൂടിയിട്ട് ജപിച്ചു എന്നാണ്. ജപന്തം വാസുദേവം ച ദൃഷ്ട്വാ ദേവ പ്രജാപതി പപ്രച്ഛ പരമപ്രീത കഞ്ചജ കമലാപതി. ഭക്തിയോട് കൂടിയിട്ട് ജപിക്കുന്നതായ ആ ഭഗവാൻ വിഷ്ണുവിനെ കണ്ടിട്ട് ബ്രഹ്മപ്രജാപതി അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി മഹാവിഷ്ണുവോട് ചോദിച്ചു എന്നാണ്. ദേവദേവനായിട്ടുള്ള മഹാവിഷ്ണു അങ്ങ് എന്താണ് ജപിക്കുന്നത്? അങ്ങേ കൂടി ജപിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു ശക്തിവിശേഷം ഇവിടെ ഉണ്ട് അല്ലേ? അങ്ങേക്കാൾ കേമനായിട്ട് ആരാണ് ഈ ലോകത്തിലുള്ളത്? ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നതായിട്ടുള്ള അങ്ങ് വാസ്തവത്തിൽ ഏറ്റവും കേമനാണ് എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങ് കൂടി ഇവിടെ നാമജപത്തിലൊക്കെ അല്ലേ, അല്ലെങ്കിൽ മന്ത്രജപത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതായ അവസ്ഥയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ശക്തിയെയാണ് അങ്ങ് പൂജിക്കുന്നത്? ജഗദീശ്വര, ആരെയോർത്താണ് അങ്ങ് ഇത്രയും സന്തുഷ്ടനായിരിക്കുന്നത് എന്നാണ്. ബ്രഹ്മദേവന്റെ വാക്കുകളൊക്കെ കേട്ട്, ആ ചോദ്യങ്ങളൊക്കെ കേട്ട് മഹാവിഷ്ണു പറയുകയാണ്, മയി ത്വയ്യാ ശക്തി ക്രിയാകാരണലക്ഷണ വിചാരയ മഹാഭാഗ യാ സാ ഭഗവതീ ശിവ. ബ്രഹ്മദേവ, എന്നിലും അതുപോലെ അങ്ങയിലും ഏതൊരു ശക്തിയാണോ കാര്യകാരണ രൂപമായിട്ട്
വർത്തിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്, ആ ശക്തിയെ അങ്ങേറ്റം മംഗളം പ്രദാനം ചെയ്യുന്നതായ ദേവിയായിട്ട്, അല്ലേ, ആ ശിവയായിട്ട് അങ്ങ് കരുതണം എന്നാണ്. യസ്യ ആധാരേ ജഗൽ സർവം തിഷ്ഠത്തി അത്ര മഹാർണവേ സാകാരായ മഹാശക്തി രമേയാ ച സനാതനി. ഈ ആഴിപ്പരപ്പിൽ അപാരമായിട്ട് ഉള്ള ഈ ജലധിയിൽ, ഈ സമുദ്രത്തിൽ ആരെ ആധാരമാക്കിയാണോ ഈ ലോകം മുഴുവൻ നിലകൊള്ളുന്നത്, സഗുണിയായിട്ടുള്ള മഹാശക്തി എപ്പോഴും എന്താണ്, അപരിച്ഛിന്നയാണ്. വേണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായിട്ടുള്ള അവസ്ഥയിൽ ആ മായാവൈഭവം നമുക്ക് ഭേദിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ ദേവിയുടെ നിസ്സീമമായിട്ടുള്ള മഹിമ കൂടി നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കാത്തതായ അവസ്ഥയിലാണ്. യാ വിസർജ്യതേ വിശ്വം ജഗദേതച്ചരാചരം സൈഷാ പ്രസന്നാ വരദാ നൃണാം ഭവതി മുക്തേ. ചരാചരാത്മകമായിട്ടുള്ള ഈ ലോകത്തെ ആരാണോ സൃഷ്ടിക്കുന്നത്, അല്ലേ, അങ്ങനെയുള്ള വിശേഷമായിട്ടുള്ള ശക്തിവിശേഷത്തോടു കൂടിയതായിട്ടുള്ള ആ ദേവി സന്തോഷിക്കുകയാണെങ്കിൽ എന്താണ്, മനുഷ്യർക്ക് മുഴുവൻ, അല്ലേ, മുക്തി ലഭിക്കുന്നതായിരിക്കും എന്നാണ്. നൃണാം ഭവതി മുക്തയെ. ആ ജഗദീശ്വരയിൽ നമുക്ക് അത്യന്തമായിട്ടുള്ള ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആ മുക്തിക്ക് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല. വളരെ അനായാസേന നമുക്ക് മുക്തിയുടെ മണിമാളികയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. സാ വിദ്യ പരമാമുക്തേഹേ ഹേതുഭൂത സനാതനി സംസാര ബന്ധഹേതുശ്ച സൈവ സർവേശ്വരേശ്വരി. ആ ദേവിയാണ്, ആ ഭുവനേശ്വരിയാണ് പരമമായിട്ടുള്ള വിദ്യ എന്ന് വെച്ചാൽ. ഒരിക്കലും നാശമില്ലാത്തതായിട്ടുള്ള, യാതൊരു തരത്തിലുള്ള പരിണാമത്തിനും അതുപോലെ നാശത്തിനും വിധേയമല്ലാത്തതായിട്ടുള്ള ആ ശക്തി വിശേഷം തന്നെയാണ് മുക്തിക്ക് ഹേതുവായിട്ട് വർത്തിക്കുന്നത്. സർവേശ്വരിയായിട്ടുള്ള ആ ഭഗവതി തന്നെയാണ് സംസാരബന്ധത്തിന് കാരണമെന്നാണ്. സംസാരബന്ധഹേതുശ്ച സൈവ സർവേശ്വരേശ്വരി. ബന്ധത്തിനും മുക്തിക്കും ഒക്കെ പരമകാരണമായി വർത്തിക്കുന്നത് ആ ദേവി തന്നെയാണ്. നമ്മൾ ചെയ്യുന്നതായ ഓരോ പ്രവൃത്തികൾ, ആ പ്രവൃത്തികളുടെ ഗുരുലാഘവങ്ങളൊക്കെ നോക്കി നമ്മൾ ബന്ധനത്തിലാണോ അല്ല ബന്ധമുക്തിയിലാണോ എത്തിച്ചേരേണ്ടത് എന്നൊക്കെ ആ ദേവി നിശ്ചയിക്കും, അല്ലേ. എപ്പോഴാണ് ബന്ധനത്തിൽപ്പെടേണ്ടത്, എപ്പോഴാണ് ബന്ധനത്തിൽ നിന്ന് മോചിതരാകേണ്ടത് എന്നൊക്കെ ആ ദേവിയാണ് നിശ്ചയിക്കുന്നത്. അഹം ച ത്വഖിലം വിശ്വം തസ്യാഹ ചിച്ഛക്തി സംഭവം വിദ്ധി ബ്രഹ്മെന്ന സന്ദേഹ കർത്തവ്യ സർവദാനഘ. ഞാനും അതുപോലെ ഈ ചരാചരവുമായിട്ടുള്ള ഈ പ്രപഞ്ചവും ഒക്കെ ആ ദേവിയുടെ ചിച്ഛക്തിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ വിഷ്ണു ഭഗവാനെ അങ്ങ് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. പാപലേവശം പോലും ഇല്ലാത്തതായിട്ടുള്ള ആ ബ്രഹ്മദേവനെ അതിലൊരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല. ശ്ലോകാർത്ഥേന തയാ പ്രോക്തം തദ്വേ ഭാഗവതങ്കില വിസ്തരോ ഭവിതാദിസ്യ ദ്വാപരാധോ യുഗേതഥ. ഒരു ശ്ലോകത്തിൻ്റെ പകുതിയിലൂടെ ശ്ലോകാർത്ഥേന ദേവി പറഞ്ഞു തന്നത് തന്നെയാണ് എന്താണ് ഭാഗവതം, മറ്റൊന്നുമല്ല, അത് തന്നെയാണ് ഭാഗവതം എന്നാണ്. വളരെ ചുരുക്കി, അല്ലേ, ആ തത്വം നമ്മോട് പ്രകാശിപ്പിച്ചു എന്ന് മാത്രം. ദ്വാപരാധ യുഗങ്ങളിൽ അത് ഒരുപാട് വിസ്തൃതമായി തീരും ആ ഭാഗവത തത്വം. ചുരുങ്ങിയ വാക്കുകളിലൂടെയാണ് ദേവി അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പോൾ. പക്ഷെ അത് പിന്നീട് വിസ്തൃതമായിട്ടുള്ള രൂപത്തെ പ്രാപിക്കുന്നതാണ്. അത് പിന്നീട് നമ്മൾ കണ്ടു ആ ഭാഗവത തത്വത്തെ വേദവ്യാസൻ, അല്ലേ, ഒരുപാട് കഥാസന്ദർഭങ്ങളിലൂടെ ഒരുപാട് തത്വങ്ങളെ വിസ്തരിച്ച് വലിയ പുരാണമാക്കി തീർത്തു എന്നാണ്. ചുരുക്കി വർണ്ണിക്കേണ്ടിടത്ത് ചുരുക്കി വർണ്ണിച്ചും വിസ്തരിച്ച് പറയണമെന്ന് തോന്നുന്നിടത്തൊക്കെ വളരെ വിസ്തരിച്ചും അങ്ങനെയൊക്കെയാണ് ആ വേദവ്യാസൻ ആ പുരാണത്തെ നിർമ്മിച്ചത്. ഇവിടെ വ്യാസൻ പറയുകയാണ്, ബ്രഹ്മണാ സംഗൃഹീതം ച വിഷ്ണോസ്തു നാഭിപങ്കജേ നാരദായ ച തേനോക്തം പുത്രായ ആമിത ബുദ്ധയെ. വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആ ബ്രഹ്മദേവൻ വിഷ്ണുവിൽ നിന്ന് ആ ഭാഗവത തത്വത്തെ ശരിയായിട്ട് ഗ്രഹിച്ചു എന്നാണ്, അല്ലേ.
ആത്യന്തികമായിട്ടുള്ള ആ ഭാഗവത സത്തയെ മഹാവിഷ്ണുവിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു പരമഭാഗ്യം അവിടെ ബ്രഹ്മദേവനുണ്ടായി. ബ്രഹ്മാവ് പിന്നീട് അത് തൻ്റെ പുത്രനായിട്ടുള്ള നാരദന് ഉപദേശിച്ചു. നാരദേന തഥാ തഥാ മഹ്യം ദത്തം ഹി മുനിനാ പുരാ മയാ കൃതമിദം പൂർണ്ണം 12 സ്കന്ധ വിസ്തരം. നാരദ മഹർഷീശ്വരൻ പണ്ട് അത് അല്ലേ ആ ഭാഗവത തത്വം ബ്രഹ്മദേവനിൽ നിന്ന് തനിക്ക് കിട്ടിയതായിട്ടുള്ള ആ ഭാഗവത തത്വത്തെ നാരദ മഹർഷി എനിക്ക് ഉപദേശിച്ചു തന്നതാണ്. ആരായത് പറയുന്നത്? വ്യാസൻ പറയുകയാണ്. ഞാനത് പൂർണ്ണമായിട്ട് 12 സ്കന്ധങ്ങളിലൂടെ വിസ്തരിച്ചു എന്നാണ്. ദേവി അന്ന് പറഞ്ഞതായിട്ടുള്ള ആ ശ്ലോകാർത്ഥത്തിൻ്റെ വിസ്തൃതമായ രൂപമാണ് ഈ ദേവി ഭാഗവതം എന്ന ആ പുണ്യപുരാണം എന്നാണ്. ആ തത്വത്തെ ഞാൻ ഒരുപാട് വാക്കുകളിലൂടെ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദേവി അത് ശ്ലോകാർത്ഥം കൊണ്ട് ഉപദേശിച്ചപ്പോൾ ബാലമുകുന്ദന് അത് വളരെ വ്യക്തമായി മനസ്സിലായി. പക്ഷെ അതുപോലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ അല്ലേ. പിന്നീട് അത് ആ തത്വത്തെ ആ ഭാഗവത തത്വത്തെ തൻ്റെ നാഭികമലത്തിൽ വർത്തിക്കുന്നതായ ബ്രഹ്മദേവനെ മഹാവിഷ്ണു ഉപദേശിച്ചു. ആ ബ്രഹ്മദേവൻ പിന്നീട് എൻ്റെ പുത്രനായിട്ടുള്ള നാരദന് ആ ഭാഗവത തത്വത്തെ പകർന്നു കൊടുത്തു. ആ നാരദനാണ് പിന്നീട് എനിക്ക് വ്യാസൻ പറയുകയാണ്, എനിക്കത് പറഞ്ഞു തന്നു. ഞാനത് എന്നാൽ കഴിയുന്ന വിധം ഒരുപാട് വിസ്തൃതമാക്കി തീർത്തു എന്നുള്ളതാണ്. തത്വജ്ഞാന രസോഭേദം സർവേഷാം ഉത്തമോത്തമം ധർമ്മശാസ്ത്ര സമം പുണ്യം വേദാർത്ഥേനോ അപബൃംഹിതം. തത്വജ്ഞാന രസം അങ്ങേയറ്റം നിറഞ്ഞത്. അതുപോലെ പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ളതുമായ ആ വേദത്തിന് തുല്യമായ പുണ്യം നൽകുന്നതും വേദാർത്ഥങ്ങളെ അങ്ങേയറ്റം വിശദീകരിക്കുന്നതുമാണ് ഈ ദേവീ ഭാഗവതം എന്ന ആ പുണ്യപുരാണം എന്നാണ്. വൃത്രാസുരവധോഭേദം നാനാഖ്യാനകഥായുധം ബ്രഹ്മവിദ്യാനിധാനന്ദോ സംസാരാർണവതാരകം. വൃത്രാസുരൻ്റെ വധം ഉൾപ്പെടെ അനേകം കഥകൾ ഉള്ളതും അതുപോലെ തന്നെ ബ്രഹ്മവിദ്യയുടെ നിക്ഷേപവും സംസാര സമുദ്രത്തെ ഈ ജീവിതമാകുന്ന വലിയ ആ ദുഃഖക്കടലിനെ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മളെ സമർത്ഥരാക്കുന്നതുമായിട്ടുള്ള ആ ഭാഗവതം എന്നാണ്. വൃത്രാസുരൻ്റെ വധം ഉൾപ്പെടെ എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. അത്രയ്ക്ക് പ്രാധാന്യമാണ് ആ വൃത്രാസുരന് നൽകിയിരിക്കുന്നത്. എന്താണ് വൃത്രാസുരൻ്റെ മഹിമ? പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ഭീകരമായിട്ടുള്ള ആ രണഭൂമിയിൽ വെച്ച് ജീവൻ പോലും അപകടത്തിൽപ്പെട്ടതായ ആ അവസരത്തിൽ അങ്ങേയറ്റത്തെ ഭക്തിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് സ്തുതിക്കാൻ കഴിഞ്ഞു ഭഗവാനെ എന്നാണ് അങ്ങേയറ്റത്തെ ഹരിപാദരതി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് ആ പ്രതികൂല സാഹചര്യത്തിലും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വന്നാൽ പോലും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ പോലും നമുക്കൊക്കെ ഒന്ന് നാമം ജപിക്കാനൊക്കെ എത്ര പ്രയാസമാണല്ലേ. അങ്ങനെയാണ് ദീപാരാധന തൊഴാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പോലും ആ ശ്രീലകത്തിന് തൊട്ട് വെളിയിൽ അവിടെ നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് ലൗകികമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് പറയാനുള്ളത്, ചിന്തിക്കാനുള്ളത്. ആ സമയത്ത് പോലും നമുക്കെന്ത് സാധിക്കുന്നില്ല, മനസ്സേകാഗ്രമായിട്ട് ആ ഭഗവാനിൽ ഉറപ്പിച്ച് നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിസ്സാരമായിട്ടുള്ള ഈ ലോകത്തിലേക്ക് അങ്ങനെ നിരന്തരം ഓടുകയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ. അല്പസമയത്തേക്കെങ്കിലും നമുക്ക് നമ്മുടെ ആ ഇന്ദ്രിയവൃത്തികളെ നിയന്ത്രിച്ചുകൊണ്ട് ആ നിയന്ത്രിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഭഗവാനിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ആ വൃത്രാസുരൻ എന്ന് വെച്ചാൽ പരമഭാഗവതനാണ്. അദ്ദേഹത്തിന് അങ്ങേറ്റത്തെ ഭക്തി, ഏകാഗ്രമായിട്ടുള്ള ബുദ്ധി ആ ഭഗവാനിൽ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രത്യേകം ഇവിടെ പേരെടുത്ത് പറയുകയാണ്. വൃത്രാസുരവധോഭേദം നാനാഖ്യാനകഥായുധം
ബ്രഹ്മവിദ്യാനിധാനം തോ സംസാരാർണവതാരകം എന്നാണ്. സംസാരാർണവതാരകം, സംസാര സമുദ്രത്തെ കടത്തി വിടുന്നതാണ് ഏത്? ഈ ദേവീ ഭാഗവതം എന്ന ആ പുരാണ പുണ്യപുരാണം. ഗൃഹാണത്വം മഹാഭാഗ യോഗ്യോസി മതിമത്തരഹ പുണ്യം ഭാഗവതം നാമ പുരാണം പുരുഷർഷഭ. മഹാഭാഗ്യവാനായിട്ടുള്ള പുരുഷർഷഭ ഇവിടെ പറയുകയാണ്, പുണ്യപ്രദമായിട്ടുള്ള ഭാഗവതം എന്ന പേരുള്ള ആ പുരാണം അങ്ങ് എന്താണ്? അങ്ങ് അത് വിധിപ്രകാരം ആ പുരാണത്തെ ഉപാസിച്ചാലെന്നാണ്. അങ്ങേറ്റം യോഗ്യനും അതിബുദ്ധിമാനുമാണല്ലോ അല്ലെ? യോഗ്യോസി മതിമത്തരഹ, യോഗ്യനാണങ്ങ്. 18 ശ്ലോകാനാം കുരു സംഗ്രഹം അജ്ഞാനനാശനം ദിവ്യം ജ്ഞാനഭാസ്കര ബോധകം. 18,000 ശ്ലോകങ്ങളും അങ്ങ് നന്നായി പഠിക്കണം അല്ലേ? അതെന്താണ്? സകല തരത്തിലുള്ള അജ്ഞാനത്തെയും അറിവില്ലായ്മയും പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതാണ്. അതുപോലെ ജ്ഞാനസൂര്യനെ നമുക്ക് കാട്ടിത്തരുന്നതാണ് ഈ പുരാണം. സുഖദം ശാന്തിദം ധന്യം ദീർഘായുഷ്യകരം ശിവം ശൃണ്വതാം പഠതാം ചേതം പുത്രപൗത്ര വിവർദ്ധനം. ഈ പുരാണം വിധിപ്രകാരം പഠിച്ചാൽ, കേട്ടാൽ, ഉപാസിച്ചാൽ അങ്ങേയറ്റത്തെ സുഖവും ശാന്തിയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ എല്ലാ തരത്തിലുള്ള മംഗളവും പ്രദാനം ചെയ്യും, ദീർഘായുസ് പ്രദാനം ചെയ്യും, പുത്രപൗത്രാദികളെ അഭിവൃദ്ധിപ്പെടുത്തും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഭാഗവതത്തെ വിശേഷമായിട്ട് ഉപാസിച്ചാലുള്ളതാണ്. മുക്തിപ്രദം എന്നാണ്. ഭുക്തിയും തരും, മുക്തിയും തരും. ഈ ലോകത്തിലുള്ള സകല സുഖസൗകര്യങ്ങളും നമുക്ക് അനുഭവവേദ്യമാക്കി തരും. അതുപോലെ ആത്യന്തികമായിട്ട് നമുക്ക് മുക്തിബദ്ധത്തിലേക്ക്, ആ ദേവീ ചരണാംബുജത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനും വഴികാട്ടിയായിട്ട് ഈ ദേവീ ഭാഗവതം വർത്തിക്കുന്നു എന്നാണ്. ശിഷ്യോയം മമ ധർമാത്മാ ലോമഹർഷണ സംഭവ പഠിഷ്യതി തയാ സാർദ്ധം പുരാണീ സംഹിതാ ശുഭാം. ധർമാത്മാവും അതുപോലെ ശ്രോതാക്കൾക്ക് രോമഹർഷം ഉണ്ടാകുന്ന വിധത്തിൽ പുരാണകഥകളെ പറഞ്ഞു കൊടുക്കാൻ കെൽപ്പുള്ള ആചാര്യനുമായിട്ടുള്ള ആ ലോമഹർഷണൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ഇദ്ദേഹം എൻ്റെ ശിഷ്യനാണ്. അതുപോലെ അങ്ങേയറ്റം ശുഭത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള പുരാണ സംഹിത അങ്ങയോടൊപ്പം ഇവനും പഠിക്കട്ടെ എന്ന് പറയുകയാണ്. പുരാണാചാര്യനായിട്ടുള്ള സുതൻ പറഞ്ഞു, ഇത്യുക്തം തേന പുത്രായ മഹ്യം ജാഗതിതങ്കില മയാ ഗൃഹേതൽ സർവം പുരാണാഞ്ചാതിയുസ്തര. ഇങ്ങനെ പുത്രനായിട്ടുള്ള ശുകനെയും എന്നെയും ആ പുരാണകഥ പറഞ്ഞു കേൾപ്പിച്ചു. ആര്? വേദവ്യാസ ഭഗവാൻ അല്ലേ? വിസ്തൃതമായിട്ടുള്ള ആ പുരാണത്തെ ഞാനിതാ എന്നാൽ കഴിയുന്ന വിധം പഠിച്ചു. ശുഗോദിത്യ പുരാണം തീസ്തുതോ വ്യാസാശ്രമേ ശുഭേ ന ലേഭേ ശർമ്മധർമാത്മാ ബ്രഹ്മാത്മജൈവാപര. പുരാണം പഠിച്ച ശേഷം ആ ശ്രീശുഖ മറ്റൊരു വസിഷ്ഠനാണോ എന്ന് തോന്നുന്ന വിധം അല്ലേ ആ വ്യാസാശ്രമത്തിൽ കഴിഞ്ഞു. വ്യാസൻ്റെ ആശ്രമത്തിൽ എങ്ങനെ കഴിഞ്ഞു? ഒരു തരത്തിലുള്ള കർമ്മത്തിലും ശ്രദ്ധയില്ലാതെ, അതുപോലെ ലൗകികമായിട്ടുള്ള യാതൊന്നിലും താല്പര്യമില്ലാതെ കഴിഞ്ഞ അദ്ദേഹത്തിന് മനസ്സുഖം തീരെ ലഭിക്കാത്തതായിട്ടുള്ള അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായതെന്നാണ്. പിന്നീട് ആ ശ്രീശുഖനും അതുപോലെ വേദവ്യാസനും തമ്മിലുള്ള ഒരുപാട് സംവാദങ്ങൾ, ചർച്ചകളൊക്കെ അവിടെ നടക്കുകയാണ്. ആ ശുഖൻ്റെ ഒരുപാട് സംശയങ്ങൾക്കൊക്കെ നിവൃത്തി വരുവാൻ വേണ്ടിയിട്ട് വ്യാസൻ പിന്നെ അദ്ദേഹത്തെ മിഥിലയിലേക്ക് പറഞ്ഞയക്കുന്നതായിട്ടുള്ള രംഗം. ആ മിഥിലയിലെ വിദേഹൻ എന്ന ആ മഹാനുഭാവൻ്റെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കേട്ട് ശുഖൻ്റെ സംശയങ്ങളൊക്കെ തീരുന്നതും അദ്ദേഹം പിന്നീട് തിരിച്ചു വരുന്നതും ഒക്കെ ആയിട്ട് രംഗങ്ങളൊക്കെയാണ് ഇനി സ്മരിക്കാനുള്ളത്. കുറച്ച് സമയത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ശേഷിക്കുന്ന ഭാഗങ്ങളൊക്കെ സ്മരിക്കാം. ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും രാവിലെ